ഡിയേഴ്സ്, എല്ലാവർക്കും +2 റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൽ നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട എന്തെല്ലാം ചോദിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ലാസ്റ്റ് ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ വീഡിയോ ലെസൺ നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു, എക്സാം ബേസ് ചെയ്തിട്ട് ഷുവർ ആയിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിന്റെ ലിങ്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യണം. അതിൽ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ് എന്ന് നോക്കാം. വാങ്കരി മാതായി ഈസ് എ കെനിയൻ ആക്ടിവിസ്റ്റ്. വാങ്കരി മാതായി ഒരു കെനിയൻ ആക്ടിവിസ്റ്റ് ആണ്, ഒരു കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. ഷീ വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ 2004 ഫോർ പീസ്. അപ്പൊ നൊബേൽ പീസ് പ്രൈസ് നേടിയ ഒരു കെനിയൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള വാങ്കരി മാതായിയുടെ നൊബേൽ ആക്സെപ്റ്റൻസ് സ്പീച്ചും നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ദ ലെസൺ ഈസ് ഹർ സ്പീച്ച് മെയ്ഡ് വൈ റിസീവിംഗ് ദ നൊബേൽ പ്രൈസ്. നൊബേൽ സമ്മാനം റിസീവ് ചെയ്യുന്ന സമയത്ത്, സ്വീകരിക്കുന്ന സമയത്ത് അവർ നടത്തുന്ന പ്രസംഗമാണത്. ഷീ ഫൗണ്ട് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ 1977. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്, എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന 1977 വാങ്കരി മാതായി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് മൂവ്മെന്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു പ്ലാന്റിംഗ് ട്രീസ് ആൻഡ് വിമൻ റൈറ്റ്സ്. അപ്പൊ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്തിനെല്ലാമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ഓർക്കണം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്ലാന്റിംഗ് ഓഫ് ട്രീസ്, മരങ്ങള്, വൃക്ഷത്തൈകള് വെച്ചുപിടിപ്പിക്കുന്നതിലും, വിമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലുമായിരുന്നു ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ട്രീ പ്ലാന്റിംഗ് എന്നുള്ളത്? ഓൺലി ഫോറസ്റ്റ് ക്യാൻ കൺസേർവ് വാട്ടർ, ഓൺലി ഫോറസ്റ്റ് ക്യാൻ കൺസേർവ് വാട്ടർ ആൻഡ് സേവ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലും ജീവൻ നിലനിർത്താനും അതുപോലെ വനങ്ങൾക്ക് മാത്രമേ ജലം സംരക്ഷിക്കാനും സാധിക്കൂ എന്ന്. ട്രീ ഗീവ്സ് അസ് ഫുഡ്, ഫ്യൂവൽ, ഷെൽട്ടർ. ഈ വൃക്ഷങ്ങൾ നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നൽകാനും, ഫ്യൂവല്, ഇന്ധനം നൽകാനും, അതുപോലെ ഷെൽട്ടർ, പാർപ്പിടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ഡിസ്ട്രോയ് ദ നേച്ചർ. പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്താ? നമ്മൾ മരങ്ങള്, വൃക്ഷങ്ങള് വെട്ടി നശിപ്പിക്കുമ്പോൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് വാങ്കരി മാതായി നമ്മളോട് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ്. ഇൻ ഹർ ഒപ്പീനിയൻ, വാങ്കരി മാതായിയുടെ അഭിപ്രായത്തിൽ എൻവയോൺമെന്റൽ ഡാമേജ് എഫക്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. അപ്പൊ എൻവയോൺമെന്റൽ ഡാമേജ് ആദ്യം എഫക്ട് ചെയ്തത് ആരെയാണ്? സ്ത്രീകളെയും അതുപോലെ ചിൽഡ്രൻ, കുട്ടികളെയുമാണ് പരിസ്ഥിതിയുടെ നാശം ആദ്യം എഫക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ നേച്ചറായിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ട് ജീവിക്കുകയും വീട്ടിലേക്ക് ആവശ്യമുള്ള ക്ലീൻ വാട്ടർ, അതുപോലെ ഫയർവുഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളാണ്. അതുകൊണ്ട് ഷീ സപ്പോർട്ടഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് നേച്ചർ. അപ്പോൾ വാങ്കരി മാതായി പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നാണ്. സുസ്ഥിരമായ ഒരു വികസനം ഉണ്ടാവണം. ആ ഡെവലപ്മെന്റ് ഒരിക്കലും എന്തായിരിക്കരുത്? നേച്ചറിനെ, പ്രകൃതിയെ ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒന്നായിരിക്കരുത്. അപ്പോൾ വാങ്കരി മാതായി പറയുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വേണം, നേച്ചർ കൺസർവേഷനോട് കൂടി, പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒന്നാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ. വി ഹാവ് ഇൻഹെറിറ്റഡ് ദിസ് എർത്ത്. ഈ ഭൂമി നമുക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ്. ഇറ്റ് ഷുഡ് ഹാൻഡഡ് ഓവർ ദ നെക്സ്റ്റ് ജനറേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഈ ഭൂമി അതേപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈമാറേണ്ടതാണ്. വി ഷുഡ് ഗീവ് ബാക്ക് അവർ ചിൽഡ്രൻ ദ വേൾഡ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് അതിന്റെ ബ്യൂട്ടിയോടും വണ്ടറോടും കൂടി അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി കൈമാറണം എന്നാണ്. ഷീ വാണ്ട്സ് ടു യങ് മൈൻഡ്സ് ടു ആക്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൊ യങ്സ്റ്റേഴ്സ് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസിയൊക്കെ എടുത്തുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പീച്ച് വാങ്കരി മാതായി കൺക്ലൂഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ ഒരു സ്പീച്ചിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്പീച്ചിനെ ബേസ് ചെയ്ത് എന്തെല്ലാം ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പബ്ലിക് സ്പീച്ച് ആണ്. ഒരു പബ്ലിക് കോണ്ടെക്സ്റ്റിൽ നടത്തുന്ന ഒരു പ്രസംഗം ചോദിക്കാം. എൻവയോൺമെന്റ് കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം, നേച്ചർ കൺസർവേഷൻ, നേച്ചർ പ്രൊട്ടക്ഷനെ കുറിച്ച്, പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചോ, ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊക്കെ ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പീച്ച് 6 മാർക്കിന് 8 മാർക്കിന് ചോദിക്കാം. മറ്റൊന്ന് അവാർഡ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒന്ന്. അവാർഡ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ഒരു അവാർഡ് അല്ലെങ്കിൽ ഹോണർ ഒക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലബിന് വേണ്ടിയിട്ടോ സ്കൂളിലെ ഏതെങ്കിലും നേച്ചർ ക്ലബിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ നടത്തുന്ന ഒരു സ്പീച്ചാണ് അത് വേണ്ടത്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ച് ആയിരിക്കണം. തേർഡ് വരുന്നത് സെമിനാർ റിപ്പോർട്ടാണ്. നേച്ചർ കൺസർവേഷനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ നടത്തിയിട്ടുള്ള സെമിനാറിനെ കുറിച്ചുള്ള സെമിനാർ റിപ്പോർട്ട്, പ്രോഗ്രാം റിപ്പോർട്ട് എഴുതാൻ ചോദിക്കും 6 മാർക്കിന്. അതുപോലെ നേച്ചർ കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റ് അപ്പ്, പരിസ്ഥിതി സംരക്ഷണം, നേച്ചർ ഡെസ്ട്രക്ഷൻ, എന്തെല്ലാം സൊല്യൂഷൻ ഉണ്ട് അതിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള റൈറ്റ് അപ്പ് തയ്യാറാക്കാം. വാങ്കരി മാതായിയോടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നമ്മൾക്ക് എഴുതാൻ ചോദിക്കാം. ലെറ്റർ ടു എഡിറ്റർ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ലാൻഡ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാസ് ഡെസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഹൈവേ നിർമ്മാണത്തിന് ഒക്കെ ആയിട്ട് വലിയ തോതിൽ ഹിൽ സൈഡ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇടിച്ചു നിരത്തേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്തരം പ്രോബ്ലംസ്, ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് എക്കോളജിക്കൽ ഇംബാലൻസ്, ആവാസ വ്യവസ്ഥയ്ക്ക് അസന്തുലിതാവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സൊല്യൂഷൻ നിർദ്ദേശിച്ചുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ എഡിറ്റർക്ക് എഴുതാനൊക്കെ ചോദിക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.